ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു ഇലച്ചെടിയുടെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണി കൈത, രമ്പയില, പാണ്ടൻ ലീഫ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചെറിയ ചെടിയെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് കൈത ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പൂക്കൈതയെപ്പോലെ തോന്നുമെങ്കിലും ചെടിയുടെ ഇലകൾ ഏതാണ്ട് അതുമായി സാമ്യമുള്ളതാണ്. ഇത് പൂക്കാതെ ഒരിനം ചെടിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പത്തിലാണ്. കടയിൽ നിന്ന് തന്നെ പുതിയ ചെടികൾ പൊട്ടിമുളച്ച് വരുന്നതാണ് വേരിൽ നിന്ന്. ഇത് മാക്സിമം 1.5 മീറ്റർ ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ്. ചെടിക്ക് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ബിരിയാണി കൈത എന്ന പേരിലാണല്ലോ പൊതുവെ ഇത് അറിയപ്പെടുന്നത്. കൂടാതെ കേരളത്തിലെ പ്രഭാത ഭക്ഷണത്തിൽ ഇടം തേടിയ ഉപ്പുമാവ്, പുട്ട് ഇവയൊക്കെ ഉണ്ടാക്കുന്നതിലും രമ്പയിലയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുട്ടിലും ഉപ്പുമാവിലും ബിരിയാണിയിലൊക്കെ നല്ല മണവും രുചിയുമാണ് നൽകുന്നത്. കൂടാതെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാം, ദാഹശമനി ഉണ്ടാക്കാം. കൂടാതെ ഇതിൽ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ്. രമ്പയിലയുടെ ഇലയിട്ട് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിച്ചാൽ ഡാൻഡ്രഫ് ഇല്ലാണ്ടാവും. കൂടാതെ കിഡ്നി സ്റ്റോൺ, വാതരോഗം എന്നിവയ്ക്ക് ഒറ്റമൂലിയായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. എൻ്റെ ഈ ചെടിയെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ കൂട്ടുകാരെ. നന്ദി, നമസ്കാരം.